ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് നന്ദി കർത്താവേ. കർത്താവെ, അവിടുന്ന് കർത്താവെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വാതുറക്കുമ്പോൾ കർത്താവെ, അവിടുത്തെ വചനം തരുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവിടുന്ന് സഹായിക്കുന്നതിനായിട്ട് നന്ദി പറയുന്ന കർത്താവെ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം. കർത്താവ് പല പല അവസരങ്ങൾ തരുന്നതിനായിട്ട് നന്ദി പറയുന്നു. നമ്മളിന്ന് കേട്ട ആ പാട്ട്, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. എത്ര ആഴമേ യേശുവിൻ സ്നേഹമേ, ആയതിൻ ധ്യാനമൻ ജീവിത ഭാഗ്യമേ. അപ്പം ആ യേശുവിൻ്റെ സ്നേഹത്താലാണ് ഇന്ന് ഞാനും ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുന്നതും ഇവിടെ സംസാരിക്കുന്നതും ആ യേശുവിൻ്റെ സ്നേഹത്താലാണ്. കാരണം ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്ന രീതി വളരെ വ്യത്യസ്തമാണ്. ആ പാട്ടിൻ്റെ രണ്ടാമത്തെ ചാൻസയിൽ പറയുന്നുണ്ട്, ലോകസ്ഥാപനം മുൻപ് എന്നെയും കണ്ടല്ലോ, എന്നിട്ട് ലോകത്തിൽ വന്നിട്ട് നീ എനിക്ക് ജീവൻ തന്നു, എന്നിട്ട് പറയുന്നു എന്നെയും നീ യോഗ്യനായി എണ്ണിയല്ലോ എന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് കേട്ടതുപോലെ നമുക്ക് യോഗ്യത ഉള്ള ആരും ഇവിടെ ഇല്ല. നമ്മളെ യോഗ്യരായിട്ട് എണ്ണിയതാണ്. യോഗ്യരായിട്ട് എണ്ണിയെന്ന് മാത്രമല്ല, നമ്മളെ യോഗ്യരായിട്ട് എണ്ണിയത് അവൻ്റെ കൃപയും കരുണയും ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അങ്ങനെ കരുണ ലഭിച്ചവരായ നമ്മളോട് കർത്താവ് എന്താണ് നമുക്ക് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് നമ്മളോട് സംസാരിക്കുന്നതെന്ന് ഇന്ന് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിലൂടെ വളരെ ചുരുക്കമായിട്ട് നമുക്ക് ചിന്തിക്കാം. ഒരിക്കലും ഇതൊരു പ്രസംഗമൊന്നുമല്ല. നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ വചനങ്ങൾ, ഞാൻ മനസ്സിലായ കാര്യങ്ങൾ ഞാൻ പറയുന്നു. അത് ഒരുമിച്ച് പരിശുദ്ധാത്മാവ് തന്നെ അത് നമ്മളെ കൂടുതലായിട്ട് ആഴത്തിലേക്ക് മനസ്സിലാക്കട്ടെ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ ഞാൻ വായിക്കാം. ക്രിസ്തുവിൽ വല്ല പ്രബോധനവുമുണ്ടെങ്കിൽ, സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസവുമുണ്ടെങ്കിൽ, ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയുമുണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിവുമുണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐകമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവൻ്റെ ഗുണവും കൂടെ നോക്കണം. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലുണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്താൽ തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അപ്പം ഇത് എൻ്റെ റെഗുലർ വായിക്കുന്നതിൽ ഇന്ന് ഞാൻ രാവിലെ വായിച്ച ഇതാണ് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം. അപ്പോൾ അത് വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതിൽ നിന്ന് ഇതാണല്ലോ ഇന്ന് കർത്താവ് എനിക്ക് തന്ന വചനം. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മൾ സഹോദരന്മാരോടും പറയുന്നത് തന്നെയാണ്. കാരണം ക്രിസ്തുവിൽ വല്ല പ്രബോധനവും, സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസവും, ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും സാക്ഷ്യം പറയാൻ പ്രബോധിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ പൗലോസ് ഫിലിപ്പിയരോട് പറയുന്നതാണ്, നമ്മൾ ശാഠ്യത്തോടോ ദുരഭിമാനത്തോടോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുവിൻ. അപ്പം ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവൻ്റെ ഗുണവും കൂടെ നോക്കണം. അപ്പം നമ്മുടെ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ശരിക്കും ഒരു വലിയൊരു പാഠമാണ് മറ്റുള്ളവരെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളത്. നമ്മുടെ ആ സ്പിരിച്വൽ ജേണിയിൽ നമുക്കറിയാം, അതിക്രമങ്ങളാലും പാപങ്ങളാലും നമ്മൾ മരിച്ചിരുന്നു. മരിച്ചവരായിരുന്ന നമ്മളെ കർത്താവ് ജീവിപ്പിച്ചു. കർത്താവ് അവൻ്റെ സഭയുടെ പാർട്ടാക്കി മാറ്റി. നമ്മളെല്ലാവരും ഓരോ അംഗങ്ങളാക്കി സഭയിൽ ചേർത്ത് വെക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ കർത്താവ് കാണിച്ച കരുണ നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, ഒരു കരുണയ്ക്കും യോഗ്യത ഇല്ലാതിരുന്ന നമ്മളോടാണ് കർത്താവ് കരുണ കാണിച്ചത്. അപ്പം നമ്മൾ ഇതിലൂടെ പറയും, താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണുവിൻ. താഴ്മയോടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരോട് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം കർത്താവ് എന്നെ എത്രമാത്രം എന്നോട് ക്ഷമിച്ചായിട്ടാണ് എന്നെ ഈ ഒരു പൊസിഷനിൽ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് വരുമ്പോഴും ഞാൻ ആലോചിക്കുന്ന ആ ഒരു കാര്യം മാത്രമാണ്. കാരണം എത്രമാത്രം സ്നേഹം കർത്താവ് എന്നോട് കാണിക്കുന്നു. അപ്പോൾ ആ ഒരു സ്നേഹം കർത്താവ് നമ്മളോട് കാണിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരോടും നമ്മൾ സ്വയമേ കർത്താവ് നമ്മുടെ മൂടുപടം മാറ്റി തരുമ്പോൾ നമുക്കറിയാം നമ്മൾ എത്രമാത്രം അധംപതിച്ചവരാണെന്ന്. നമ്മളെ അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ
മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറാനും മറ്റുള്ളവരെ എന്നേക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണുക എന്നുള്ളത് നമുക്ക് വെറുതെ എണ്ണാൻ പറ്റത്തില്ല. നമുക്ക് ആ ഒരു റിയാലിറ്റി കർത്താവ് തന്നെ ബോധ്യം വരുത്തണം. കാരണം റിയലായിട്ട് അവരെന്നേക്കാളും ബെറ്ററാണ്. ഈ ഇരിക്കുന്ന എല്ലാവരും എന്നേക്കാളും നല്ലവരാണ്, എന്നേക്കാളും കർത്താവുമായിട്ട് ബന്ധമുള്ളവരാണ് എന്ന് തന്നെയാണ് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നത്. കാരണം അത് നമ്മുടെ മൂടുപടം മാറുമ്പോഴാണ് നമുക്കത് കർത്താവ് കാണിച്ചു തരുന്നത്. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലുണ്ടായിരിക്കട്ടെ. അപ്പോൾ ക്രിസ്തുവേശുവിലുള്ള ഭാവം എന്താണ്? നമുക്ക് ക്രിസ്തുവേശുവിൻ്റെ ഭാവം എഫേസ്യ ലേഖനം, നമ്മുടെ ഈ സ്നേഹത്തിൽ സത്യം സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ എഫേസ്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 17-ാം വാക്യം, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനമിട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഒരുപാട് തവണ കേട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. പരിജ്ഞാനത്തെ കവിയുന്ന സ്നേഹം വേണമെന്നും ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിവാൻ പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരുവാനും. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഭാവത്തിൽ നമുക്കറിയാം, തന്നെ ഉപദ്രവിക്കുന്നവരെ അല്ലെങ്കിൽ അവസാന സമയത്ത് പോലും അവരെ സ്നേഹിക്കുന്ന ഒരു ഭാവമാണ് ക്രിസ്തു നമ്മളോട് കാണിച്ചത്, നമ്മുടെ മുന്നിൽ മാതൃകയായിട്ട് കാണിച്ചത്. അത് വെറും ഒരു താഴ്മയല്ല. കർത്താവ് കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരപരാധി ആയിരുന്നപ്പം പോലും തന്നെ ഉപദ്രവിച്ചവരെ സ്നേഹിക്കാനും ആ മരണത്തോളം തന്നെ, എത്രമാത്രം താഴ്ത്തി എന്നുള്ളത് ഒരു മരണത്തോളം തന്നെ നമ്മൾ എത്രമാത്രം നമുക്ക് താഴ്ത്താൻ പറ്റും. അപ്പം നമുക്കൊരു ഏതെങ്കിലും ഇപ്പോൾ ഓഫീസിലായാലും നമ്മൾ ഇടപെടുന്നതിലായാലും നമ്മുടെ ഭാഗത്ത് നീതിയോ ന്യായമോ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അവിടെ ഫൈറ്റ് ചെയ്യും. പക്ഷെ പലപ്പോഴും നമുക്കത് വിട്ടുകൊടുക്കാനോ അവിടെ അത് കർത്താവ് നോക്കിക്കൊള്ളും എന്ന് പറയാനുള്ള ഒരു ഭാവം ഞാൻ ആലോചിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അത് വളരെ കുറവാണ്. പക്ഷെ പിന്നീട് കർത്താവ് അത് കാണിച്ചു തരാറുണ്ട്. അതിന് കർത്താവിന് നന്ദി പറയുന്നു. കാരണം എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ വേറൊരു വാക്യം കൂടെ ഉണ്ട്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 5-ാം അധ്യായത്തിൽ 8-ാം വാക്യം, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. അപ്പോൾ നമ്മൾ കർത്താവിലേക്ക് അടുത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ഫലം എന്ന് പറയുന്നത് ഈ ക്രിസ്തുവിൻ്റെ ഫലമാണ് നമ്മളിൽ നിന്ന് വരുന്നത്. കാരണം നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴാവട്ടെ, നമ്മുടെ ഇടപാടുകളിലാവട്ടെ, തീർച്ചയായിട്ടും അവിടെ മറ്റുള്ളവർ നമ്മളെ നോക്കുന്നത് നമ്മളെങ്ങനെയാണ് അത് ഡീൽ ചെയ്യുന്നതെന്നുള്ളതാണ്. ഇപ്പം ന്യായം നമ്മൾ പറയേണ്ടെന്നല്ല, ന്യായം ചെയ്യേണ്ടെന്നല്ല, കർത്താവാണ് ഈ ഒരു സാഹചര്യത്തിലെങ്കിൽ എങ്ങനെയാണ് ഇടപെടുന്നത് എന്നുള്ള ഒരു രീതിയാണ് ശരിക്കും നമ്മളെ അവിടെ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഓരോരുത്തർ സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം കൂടി നോക്കണം. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവേശുവിലുള്ള ഭാവത്തിന് 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം പറയുന്നുണ്ട്, കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിക്കുന്നവനാര്, നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. അപ്പോൾ ഇവിടെ തന്നെ പറയുന്നുണ്ട്, നമ്മളെ കർത്താവ് വീണ്ടെടുത്തു രക്ഷിച്ചു പാർട്ടാക്കുമ്പം നമ്മുടെ ഉള്ളിൽ ഈ കർത്താവിൻ്റെ മനസ്സാണ് നമ്മുടെ ഉള്ളിൽ തരുന്നത്. അപ്പം നാം കർത്താവിൻ്റെ മനസ്സുള്ളവരാകുമ്പോൾ നമ്മുടെ ഭാവവും ക്രിസ്തുവേശുവിൻ്റെ ഭാവം തന്നെയായിരിക്കണം നമുക്ക് തീർച്ചയായിട്ടും വരേണ്ടതെന്നാണ് ഈ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഓരോ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ താഴോട്ട് വീണ്ടും ഞാൻ കണ്ടിന്യൂ ചെയ്ത് വായിക്കുകയാണ്. തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശില മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിന് മേലായ നാമം നൽകി. അപ്പോൾ കർത്താവ് യേശുക്രിസ്തു ഇരുന്ന് എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ ആ സന്നിധിയിലിരുന്ന് അത്രയും മഹത്വത്തിൽ നിന്നാണ് യേശു ഏറ്റവും താഴെ നമ്മുടെ ഇടയിലേക്ക് വന്നത്. ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ആ മഹത്വത്തിൽ ഇരുന്ന കർത്താവാണ് അത്രയും താഴ്ന്ന് വന്നത്. ആ വന്നത് നമ്മളോടുള്ള സ്നേഹം കാരണം. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിനും ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. അപ്പോൾ ഇവിടെ യേശു പറയുന്ന ഒരു കാര്യമാണ്, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു.
അപ്പം ഇത്രയും മഹത്വത്തിലിടുന്ന കർത്താവാണ് ആ മഹത്വം നമുക്ക് തരാൻ വേണ്ടി ഇവിടെ താഴെ വന്നത്. അതിന് 24 വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്: പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുൻപ് എന്നെ സ്നേഹിച്ചിരിക്കുക കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. അപ്പം എന്തുമാത്രം എത്ര എത്ര വലിയൊരു പദവിയാണ് ശരിക്കും നമുക്ക് ഈ കർത്താവിലൂടെ നമുക്ക് നേടിത്തരുന്നത്. ഈ മഹത്വവും പദവി എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുമ്പം നമ്മുടെ ഒരു ഈ ഭൗതികമായിട്ടുള്ള കാര്യത്തിൽ നമ്മുടെ ഒരു പൊസിഷൻ ചേഞ്ച് ആകുന്ന ഒരു മഹത്വമാണ്. അല്ലെങ്കിൽ നമ്മളെ കുറച്ചുകൂടെ സീനിയർ പൊസിഷനിലേക്ക് ആക്കുന്നു, മാനേജ്മെൻറ്റിലേക്ക് ആക്കുന്നു. അപ്പോൾ അതെല്ലാം ഒരു പൊസിഷൻ, ഒരു മഹത്വമുണ്ട്, ഒരു ഫെയിമുണ്ട്. അല്ലെങ്കിൽ അവർ മാനേജരാണ്, അല്ലെങ്കിൽ ഹൈറാർക്കിയിൽ നോക്കുവാണെങ്കിൽ പിന്നെ മാനേജിങ് ഡയറക്ടറാണ്, അല്ലെങ്കിൽ ഒരു ഹൈറാർക്കി ഇങ്ങനെ പോകുമ്പം അവർക്ക് ആ പൊസിഷനൊരു മഹത്വമുണ്ട്. പക്ഷേ ആ മഹത്വം, ആ പൊസിഷൻ്റെ മഹത്വം ഈ ഭൂമിയിൽ തീരുന്ന ഒരു മഹത്വമാണെങ്കിലും ആ സ്വർഗീയ മഹത്വം എന്ന് പറയുന്നത് എത്ര എത്ര ഉന്നതമാണ്. ഇവിടുന്നെല്ലാം നമ്മൾ കളഞ്ഞിട്ട് പോകുമ്പോഴും നമുക്കാകെ കിട്ടുന്നത് ആ സ്വർഗത്തിലൊരു മഹത്വം മാത്രമേ ഉള്ളൂ. നമുക്കറിയാം ഇവിടെ കിട്ടുന്നതെല്ലാം തൽക്കാലം അല്ലെങ്കിൽ നൈമിഷികം, നിമിഷ നേരത്തേക്ക് മാത്രമുള്ള കുറച്ച് സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഈ ജഡത്തിലായിരിക്കുമ്പോൾ, നമ്മൾ ഈ ഭൂമിയിൽ ലോകത്ത് കർത്താവ് വെച്ചിരിക്കുമ്പോൾ നമ്മുടെ പല ചിന്തകളും നമുക്ക് ജഡത്തിൻ്റെ ചിന്തകൾ തന്നെയാണ്. ഇതിൽ റോമർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, ജഡത്തെ അനുസരിച്ച് നടക്കാതെ ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ. ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോഴാണ് നമ്മുടെ ജഡത്തിൻ്റെ ചിന്തകളല്ല ആത്മാവിൻ്റെ ചിന്തകൾ വരുന്നത്. അപ്പോൾ ജഡത്തിൻ്റെ ചിന്തകൾ നമുക്കറിയാം, ഗലാത്യർ 5:20 പറയുന്നുണ്ട്, ജഡത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചും ആത്മാവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പല കാര്യങ്ങളും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിസ്തുവിൻ്റെ ഭാവത്തോട് കൊണ്ടുപോകാനാണ് നമ്മളെ. ഇതിൽ ഒരു കാര്യം ഇവിടെ പറയാനുള്ളത്, ഒരു ചെറിയൊരു സാക്ഷ്യം പോലെ പറയാനുള്ളത്, ഇന്നലെയും ഞാൻ കുറച്ച് സ്ട്രഗിളിലൂടെയൊക്കെയാണ് കടന്നു പോയത്. അപ്പോൾ കടന്നു പോയ സമയത്ത് വീട്ടിൽ നിന്ന്, ഫാമിലിയിൽ നിന്ന് കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായി. വൈഫ് ഒരു ചെറിയൊരു ടെസ്റ്റിംഗ് ഒക്കെ ചെയ്തപ്പോഴത്തേന് കുറച്ച് നെഗറ്റീവ് റിസൾട്ട് വന്നു. അപ്പോൾ നെഗറ്റീവ് റിസൾട്ട് വന്നപ്പോഴത്തേന് ശരിക്കും വലിയ ടെൻഷനായിരുന്നു. വൈഫ് ഒരുപാട് ടെൻഷനിൽ എന്നെ വിളിച്ച് പറഞ്ഞു, ഇതുപോലെ പ്രശ്നമുണ്ട്, ഇനിയിപ്പം കണ്ടിന്യൂ നമുക്ക് ഫർദർ ചെക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുവരെ ഉള്ള എൻ്റെ ആ സന്തോഷവും അതുവരെ ഉള്ള അതെല്ലാം ആ ഒരു ഒറ്റ സെക്കൻഡ് കൊണ്ട് തകരും. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന നമ്മുടെ പ്ലാനിങ് ആവട്ടെ, അല്ലെങ്കിൽ നമ്മൾ മുമ്പോട്ട് ചിന്തിച്ചിരിക്കുന്ന ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം, യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാൻ ഇന്ന പട്ടണത്തിൽ പോയി ഇന്നത് ചെയ്യണമെന്നൊക്കെ പറയുമ്പം മൂടാ ഇന്ന് രാത്രി നിൻ്റെ ജീവനെ ചോദിച്ചാൽ നീ എന്ന് പറയുന്നത് നമുക്കറിയാം. എങ്കിലും നമ്മൾ ഒരുപാട് പ്ലാനിങ് ചെയ്യുന്നവരാണ് നമ്മൾ. അപ്പോൾ നമ്മൾ എത്ര പ്ലാൻ ചെയ്താലും നമുക്കറിയാം, നമ്മൾ ഹോസ്പിറ്റലിൽ ഒരു ബ്ലഡ് റിസൾട്ട് കൊടുത്തിട്ട് അവിടെ റിസൾട്ടിന് വേണ്ടിയിട്ട്, ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തിട്ട് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് പല രീതിയിൽ നമ്മൾ ചിന്തിക്കും. നമ്മുടെ റിസൾട്ടൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് എല്ലാം നോർമലാണെങ്കിൽ നമുക്കൊരു ഹാപ്പിയാണ്. പക്ഷേ എവിടെയെങ്കിലും ഒരു വേരിയേഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയമിടിപ്പ് പെട്ടെന്നൊന്ന് കൂടും. അപ്പം ഇതെല്ലാം നമ്മൾ ഈ ലോകത്തിലിരിക്കുമ്പോൾ സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇന്നലെ ഇതുപോലൊരു നെഗറ്റീവ് റിസൾട്ട് വന്നപ്പോൾ സാധാരണ എനിക്ക് അറിയാവുന്നത് പോലെ അവൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, സാരമില്ല, അത് വേറെ പ്രത്യേകിച്ച് നമ്മൾ അടുത്ത ഫർദർ ടെസ്റ്റ് ചെയ്യുമ്പോൾ പ്രശ്നമൊന്നും കാണത്തില്ല, നീ ടെൻഷൻ അടിക്കണ്ട എന്ന് എനിക്ക് അവളെ ആശ്വസിപ്പിക്കാൻ പറ്റും. ആശ്വസിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ആശ്വസിപ്പിക്കുന്നത് ശരിക്കും ആ കർത്താവിൻ്റെ ഒരു ബലത്തിലാണ് ഞാൻ എൻ്റെ വൈഫിനോട് പറയുന്നത്. അപ്പോൾ വൈഫിനോട് പറയുമ്പം ഇതേ വിശ്വാസം അവൾക്കില്ലെങ്കിൽ എൻ്റെ ആശ്വാസം അവൾക്ക് വെറും ഒരു വാക്കുകൾ മാത്രമാണ്. ഞാൻ വെറുതെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യം മാത്രമാണ്. കാരണം ഓതൻറ്റിക്കായിട്ടുള്ള ഡോക്ടർ സർട്ടിഫൈ ചെയ്ത് പറഞ്ഞാൽ മാത്രമേ അപ്പോൾ ലോകത്തിലുള്ളവർക്ക് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പോകാനായിട്ടൊരു ഇടമുണ്ട്. കാരണം നമുക്ക് അപ്പാന്ന് വിളിച്ച് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകാം. അതെന്തോന്നും ആയിക്കോട്ടെ, നമുക്ക് രോഗമായിക്കോട്ടെ, നമുക്ക് ജോലിയുടെ ഇഷ്യൂസ് ആയിക്കോട്ടെ, പിന്നെ പ്രയാസം, എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും നമുക്കറിയാം അൾട്ടിമേറ്റ്ലി നമ്മൾ ആദ്യം നമ്മുടെ രീതിയിൽ കുറേ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കും. ഫൈനലി നമ്മളെ കർത്താവ് അവിടെ എത്തിപ്പിച്ചിട്ട് പറയും, മക്കളെ നീ ചെയ്യുന്നതൊന്നും ശരിയല്ല, അല്ലെങ്കിൽ നീ ചെയ്തിട്ടൊന്നും കാര്യമില്ല, ഞാൻ ഇവിടെ ചെയ്തു തരാം എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ നമ്മളെ കൊണ്ട് നമ്മുടെ കർത്താവ് പഠിപ്പിച്ചു തരും. അപ്പോൾ അങ്ങനെ ഇന്നലെ ആ വൈകുന്നേരം രാത്രിയിലൊക്കെ ഇങ്ങനത്തെ ഒരു ഇഷ്യൂസൊക്കെ ഉണ്ടായി. ഇന്ന് ഞാൻ പറഞ്ഞു രാവിലെ പ്രാർത്ഥിക്കാം. നമുക്കറിയാമല്ലോ, നമ്മൾ ആരാധിക്കുമ്പോൾ, നമ്മൾ ദൈവത്തോട് നമ്മൾ സ്തോത്രം പറഞ്ഞ് നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ ഈ ടെൻഷനും ഭാരങ്ങളും എല്ലാം അങ്ങനെ മാറി മാറിപ്പോകും. ഈ ആരാധിക്കുമ്പോൾ വിടുതലെന്നൊക്കെ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരങ്ങളൊക്കെ കർത്താവേ ഈ ഒരു പ്രശ്നം വന്നതിനായിട്ട് സ്തോത്രം. എനിക്ക് ഓർമ്മയുണ്ടൊരു സഹോദരൻ എപ്പോഴും പറയും, എന്ത് കാര്യത്തിനും സ്തോത്രം പറയാം. ഇപ്പം ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, എല്ലാത്തിനും സ്തോത്രം പറയുക. ഒരു രോഗം വരുമ്പോഴും നമ്മൾ പറയുക, കർത്താവേ ഈ രോഗം തന്നതിനായിട്ട് സ്തോത്രം.
അപ്പോൾ ഇന്ന് രാവിലെ ഞാനൊരു ഒരു മീറ്റിങ്ങിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഒക്കെ ഇരുന്ന സമയത്ത് ആരാധിച്ചുകൊണ്ടിരിക്കുന്നു കർത്താവിനോട്, കർത്താവേ റിസൾട്ടൊക്കെ വരുമ്പം പ്രശ്നമൊന്നും ഉണ്ടാകില്ലേ. കുറച്ച് കഴിഞ്ഞിട്ട് അവൾ വീണ്ടും അതിൻ്റെ ഫർദർ ടെസ്റ്റ് ചെയ്തു, റിസൾട്ടൊക്കെ വളരെ നോർമലായിരുന്നു. അപ്പോൾ അതുവരെ വൈഫ് ഭയങ്കര ടെൻഷനിലായിരുന്നെങ്കിലും അപ്പോൾ ആ സമയത്ത് നമുക്ക് വീണ്ടും എനിക്ക് ചെയ്യാനുള്ളത് ശരിയാ, ഭയങ്കര സന്തോഷം, ഓക്കെ, എന്നാൽ ഞാൻ പോയിട്ട് ബാക്കിയും കൂടെ കർത്താവിനോട് നന്ദി പറയട്ടെ. അപ്പം നമുക്ക് എപ്പോഴും ഇത് തന്നെയാണ് നമ്മുടെ ലൈഫിൽ. അപ്പം കാരണം കർത്താവിനോടാണ് നമുക്ക് നന്ദി പറയാനുള്ളത്. കാരണം ഈ റിസൾട്ട് നമുക്ക് നേരത്തെ അറിയാം, അല്ലെങ്കിൽ നമുക്കറിയാം ആ റിസൾട്ട് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും കർത്താവ് നന്മയ്ക്കായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇതൊരിക്കലും ഒരു വിശ്വാസത്തിലല്ലാത്ത ഒരാൾക്കത് മനസ്സിലാകണമെന്നില്ല. അപ്പോൾ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് വൈഫിനോട് പറയാൻ പറ്റും, നീ പ്രാർത്ഥിക്ക്, അല്ലെങ്കിൽ കർത്താവ് നിനക്ക് ധൈര്യം തരട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് അവളോട് വളരെ ഇതായിട്ട് പറയാൻ പറ്റുമെങ്കിലും ശരിക്കും ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, എന്നെ കർത്താവ് പഠിപ്പിച്ചത് ഞാൻ പ്രാർത്ഥിക്കുക, കർത്താവ് എനിക്ക് ഇതിലൂടെ കടന്നു പോകാനുള്ള ഒരു സമാധാനം തരണമേ. ഇതും കടന്നു പോകും, എനിക്കിതിലൂടെ കടന്നു പോകുമ്പം കർത്താവെ നിൻ്റെ ഭാവം, നീ എങ്ങനെയായിരിക്കാം ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ പറയുന്നേ, അതുപോലെ പറയാനായിട്ട് എന്നെ സഹായിക്കണമേ എന്ന്. പലപ്പോഴും എനിക്ക് ഇതുപോലെ പറ്റത്തില്ല. കാരണം നമ്മൾ പെട്ടെന്ന് ഇപ്പം ഇത് കറക്റ്റാക്കി കൊടുക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ പറയുന്നത്. ഇത്ര നാളായിട്ട് പഠിച്ചില്ലേ, ഇത് മനസ്സിലാക്കി കൂടെ, ഇത് എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ഒരു അടുക്കും ചിട്ടയായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ അവരോട് പറയും. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം അനുസരണം കെട്ടിരുന്നവരാണ്. വീണ്ടും വീണ്ടും നമ്മൾ കുരുത്തക്കേട് കാണിക്കുമ്പോഴും അതെല്ലാം കർത്താവ് മറന്നിട്ട് വീണ്ടും നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് കർത്താവിൻ്റെ സ്നേഹം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടത്. ഒരു പ്രായമുള്ള ഒരു അപ്പച്ചനെ ഒരു മോനിങ്ങനെ കൊണ്ടുവന്നിട്ട് ഒരു പ്രാവ് പോകുന്ന കണ്ടിട്ട് പ്രാവിനെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക അത് പ്രാവാണെന്ന്. അപ്പോൾ അപ്പച്ചൻ ഇങ്ങനെ തെറ്റിച്ച് പറയും, പ്രാവെന്ന് പറയാൻ പറ്റുന്നില്ല പുള്ളിക്ക് കുറേ തവണ. അപ്പം ഈ പുള്ളിക്ക് ദേഷ്യം വരും. ദേഷ്യം വന്നിട്ട് കുറേ വഴക്ക് പറയും, എത്ര ആയിട്ടും പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല അതൊരു പ്രാവാണെന്ന്. എന്നിട്ട് അതിൻ്റെ ഒരു റീവൈൻഡ് കാണിക്കുന്നത്, ഈ മോൻ ഒരു കുഞ്ഞായിരുന്നപ്പോൾ ആ അപ്പൻ ആ മോനോട് ഇങ്ങനെ പല തവണ ഇത് പ്രാവ് എന്ന് പറയുന്നു, അവൻ തെറ്റിക്കുന്നു, വീണ്ടും പറയുന്നു. അവസാനം അവൻ പറയുന്നത് വരെ ഈ അപ്പൻ സ്നേഹത്തോടെ അവനോട് പറഞ്ഞു കൊടുക്കുന്നു. അവിടെ ദേഷ്യം വന്നില്ല. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മൾ ചില മിസ്റ്റേക്കുകൾ ചെയ്യുമ്പോഴും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ പൂർണ്ണമായിട്ട് നമ്മളെ കർത്താവ് മാറ്റിയിട്ടില്ല, ഇതുവരെയും മാറ്റിയിട്ടില്ല. പക്ഷേ നമുക്ക് കിട്ടിയ ഒരു കൃപ എന്ന് പറഞ്ഞാൽ ഈ സ്നേഹം നമ്മളിതിലൂടെ കടത്തിക്കൊണ്ട് പോകുന്നത് ഈ ക്രിസ്തുവിനെ പോലാക്കാനാണ് എന്ന് നമുക്ക് പരിശുദ്ധാത്മാവ് ബോധ്യം തന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ആ പ്രശ്നത്തിന് വളരെ ഒരു പരിഹാരമായിരിക്കും. നമുക്ക് പഴയ നിയമത്തിലെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-ാം അധ്യായം. അപ്പോൾ യെശയ്യാ പ്രവാചകന് കിട്ടിയ ഒരു വെളിപ്പാടാണ്, അതായത് യേശു ക്രിസ്തുവിനെക്കുറിച്ച് കിട്ടിയ ഒരു വെളിപ്പാടിൽ 53-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അതിൻ്റെ 3-ാം വാക്യം മുതൽ, അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറിച്ച് കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു, നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നും, നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നുവെന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ 4-ാം വാക്യത്തിൽ പറയുന്നത് നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. അപ്പം നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. ആ ക്രൂശിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ കർത്താവ് എനിക്ക് പകരക്കാരനായിട്ട് ക്രൂശിൽ കിടക്കുമ്പോൾ ക്രിസ്തുവിന് ചെയ്യാൻ പറ്റിയ ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ, അല്ലെങ്കിൽ എൻ്റെ ഒരു സാഹചര്യത്തിലൂടെ വരികയാണെന്നാണ്. എന്നെപ്പോലെ ഇരിക്കുക, അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിൽ ജനിക്കുക, ഞാൻ കടന്നു പോകുന്ന കഷ്ടങ്ങളിലൂടെ കർത്താവ് കടന്നു പോകുക. അവസാനം ഞാൻ ചെയ്യുന്ന എല്ലാ പാപത്തിനും എനിക്ക് പകരമായിട്ട് കർത്താവ് അവിടെ നിൽക്കുന്ന ഒരവസ്ഥ എന്ന് പറയുമ്പോൾ, അതുകൊണ്ടാണ് നമുക്ക് അറിയുന്നത് നമ്മുടെ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ദൈവത്തിനറിയാം. ലോകസ്ഥാപനം മുതൽ മുൻപ് നമ്മളെ കണ്ടപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ നെഗറ്റീവും
പോസിറ്റീവും എല്ലാം വെച്ചിട്ടാണ് കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത്. അപ്പോൾ ആ സ്നേഹമാണ് തീർച്ചയായിട്ടും നമ്മളെ മുമ്പോട്ട് ഓരോ കാര്യം ചെയ്യാനായിട്ട് നിർബന്ധിക്കുന്നത്. അപ്പോൾ നമ്മൾ സഭയായിട്ടായാലും മറ്റുള്ളവരോടത്ത് നമ്മൾ പറയുമ്പോഴായാലും നമ്മൾ ഈ നാളെ എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുമോ എന്നുള്ള ഒരു പേടിയിലല്ല, ആ ക്രിസ്തുവിൻ്റെ സ്നേഹം, ആ കർത്താവിൻ്റെ സ്നേഹമാണ് എന്നെ നിർബന്ധിക്കുന്നത്. ഇപ്പോൾ ചിലർ പറയും നമ്മൾ ഒരു ശിക്ഷ, അപ്പൻ ശിക്ഷിക്കുന്നത് വെച്ചിട്ട് നമ്മൾ ചെയ്യാനാണെങ്കിൽ അവിടെ യഥാർത്ഥമായിട്ടൊരു സ്നേഹം കാണത്തില്ല. നമ്മൾ പേടിച്ചനുസരിക്കുന്നതെന്ന് പറയത്തില്ലേ, നമ്മൾ പേടിച്ചപ്പോൾ എൻ്റെ ഒരു മാനേജർ പറയും, ഞാൻ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് എൻ്റെ സബോർഡിനേറ്റിനോട് ഇടപെടുന്നത്. അപ്പോൾ പുള്ളി എപ്പോഴും പറയും അങ്ങനെയല്ല, അവരോട് പ്രഷറൈസ് ചെയ്യണം, പിന്നെ കുറച്ചുകൂടെ റൂഡാവണം എന്ന് പറയും. പക്ഷേ എനിക്കങ്ങനെ എൻ്റെ ഒരു നേച്ചറിൽ എനിക്കങ്ങനെ കർത്താവ് തന്നൊരു നേച്ചറാണ്, അത് എനിക്കങ്ങനെ പറ്റുന്നില്ല. പക്ഷെ അവരുടെ ചിന്ത നമ്മൾ പ്രഷറൈസ് ചെയ്താൽ മാത്രമേ ഈ ഔട്ട്പുട്ട് കിട്ടുമെന്നാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷേ എൻ്റെ ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ അവരെ പ്രഷറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഔട്ട്പുട്ട് പോകുമെന്നല്ലാതെ അവരാരും പണിയെടുക്കത്തുമില്ല. മാത്രമല്ല നമുക്ക് തിരിച്ച് ഒരുപാട് പണി തരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അവരോട് വളരെ സ്നേഹത്തോടെ നമ്മൾ ചെയ്യുമ്പം അവരും ആ സ്നേഹത്തിലായിരിക്കും, കുഴപ്പമില്ല, നമ്മളെ മനസ്സിലാക്കുന്നുണ്ടല്ലോ. അത് ഫ്രൈഡേ ആവട്ടെ അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് ആവട്ടെ, അവർ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്കൊരിക്കലും പ്രഷറൈസ് ചെയ്തവരെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. നമ്മളും കർത്താവിനെ കാണുമ്പോൾ നാളെ എന്നെ അടിക്കുമോ അല്ലെങ്കിൽ എന്നെ ഉപദ്രവിക്കുമോ അല്ലെങ്കിൽ എന്നെ ശിക്ഷിക്കുമോ എന്നെ നരകത്തിലാക്കുമോ എന്നുള്ള ഒരു പേടിയേക്കാളും കൂടുതലായിട്ട്, കാരണം ഇത്രയും നാളും നമുക്ക് ആ ഒരു വെളിച്ചം കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മുടെ പാപങ്ങൾ അവൻ ചുമന്നു. നമ്മുടെ കർത്താവിനെ ഇന്ന് ആരാധിക്കുന്നത്, തീർച്ചയായിട്ടും ഈ ആരാധന എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കാണ്. കാരണം ആരാധനയാണ് ശരിക്കും നമ്മൾ ഇവിടുന്ന് സ്വർഗത്തിൽ പോയാലും അവിടെ നമ്മൾ എന്താ കാണുന്നത്, വെളിപ്പാട് പുസ്തകത്തിൽ അവരെല്ലാം ദൂതന്മാരും സാറാഫുകളും എല്ലാം മുഖം മൂടി എപ്പോഴും ആരാധനയാണ്. പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു സഹോദരൻ പറഞ്ഞു, ഈ പരിശുദ്ധൻ എന്ന് പറഞ്ഞ് അടുത്ത പരിശുദ്ധൻ എന്ന് പറയുമ്പം അത് അടുത്ത അത്രയും പരിശുദ്ധി കണ്ടിട്ടാണ് വീണ്ടും പരിശുദ്ധൻ എന്ന് പറയുന്നത്. ആ റിപ്പീറ്റ് ചെയ്യുകയല്ല, ഓരോ തവണ കാണുമ്പോഴും ആ കർത്താവിൻ്റെ പരിശുദ്ധി നമുക്ക് അളക്കാൻ പറ്റാത്തതിനപ്പുറമായിട്ട് ആ പരിശുദ്ധി നമ്മൾക്ക് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ദൂതന്മാരെല്ലാവരും ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും ആ ഒരു ആരാധനയുടെ അന്തരീക്ഷത്തിലേക്കാണ് കർത്താവ് നമ്മളെ കൊണ്ടുപോകുന്നത്. അവിടെയും നമുക്ക് പറയാൻ വേറൊന്നും കാണത്തില്ല, കുഞ്ഞാടേ നീ യോഗ്യൻ, നീ എന്നെ ഇവിടെ കൊണ്ടുവന്നതിന് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. കാരണം അവിടെയും നമുക്ക് ഈ ആരാധന മാത്രമേ ഉള്ളൂ. ഇവിടെയും നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുമ്പോൾ ഈ ഒരു ആരാധനയാണ് നമ്മുടെ ഉള്ളിൽ ഒരു ഞരക്കമുണ്ട് ഈ ക്രിസ്തുവിനെ പോലെ ആകാനായിട്ട്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്, അതായത് നമ്മുടെ ജീവിതത്തിൽ ഇപ്പം ഒരു നോർമൽ സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കും, നമ്മുടെ ജഡപ്രകാരം ഒരു കാര്യം നമ്മൾ ചിന്തിക്കും. നമ്മളെ ഒരാൾ അല്ലെങ്കിൽ നമ്മളെ ഒരാൾ അടിച്ചു. അപ്പോൾ നോർമലി നമുക്ക് പല രീതിയിൽ ചിന്തിക്കാം. അവന് വേണമെങ്കിൽ നമുക്ക് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാം, നമുക്ക് തിരിച്ചടിക്കാം. ഇങ്ങനെയെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോഴും ആ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ആയിരിക്കുമ്പം ഇവനെ നേടേണ്ടതിന് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിലായിരിക്കും ചിന്തിക്കണേ. അപ്പോൾ അവന് വേണ്ടി ക്ഷമിക്കാൻ പറ്റുമോ, ഇല്ലെങ്കിൽ അവൻ ഇനി എന്നെ കൊന്നാലും അവന് ആ മരണത്തോളം എനിക്ക് അവനോട് ക്ഷമ കാണിക്കാൻ പറ്റുമോ, ആ മരണത്തോളം എനിക്ക് അവനെ സ്നേഹിക്കാൻ പറ്റുമോ. അപ്പോൾ ഈ ഒരു ഹയർ തലത്തിലേക്കാണ് കർത്താവ് യഥാർത്ഥത്തിൽ നമ്മളെ കൊണ്ടുപോകുന്നത്. അത് ഈസി അല്ല. അത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോഴും ഇവിടെ വന്ന് ഇങ്ങനെ പറയാനൊക്കെ എളുപ്പമാണ്. പക്ഷേ നമുക്കൊരു ഡയറക്റ്റ് ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ ഒരു പരിചയം, നമ്മുടെ റൂമിലുള്ള ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു, പുള്ളി പൂനെയിലാണ് താമസം. അപ്പോൾ പുള്ളിയുടെ വീട്ടിൽ വർഷങ്ങളായിട്ട് വേല ചെയ്യുന്ന ഒരു സഹോദരിയുണ്ട്. അപ്പോൾ അവർ ഭയങ്കര സ്നേഹത്തിലാണ്, സ്വന്തം അമ്മയെപ്പോലാണ് അവർ നോക്കുന്ന എല്ലാ കാര്യങ്ങളിലും, അവരെല്ലാം ശുശ്രൂഷിക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പോൾ റീസെൻ്റ്ലി അവർക്ക് കുറച്ച് അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ ഇവരാണ് ഫിനാൻഷ്യലി ഒക്കെ അവരെ സപ്പോർട്ട് ചെയ്തത്. എന്നിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് അവരോട് പറഞ്ഞ് ഒരു കാര്യം ഇപ്പോൾ ഇനിയും പൂർണ്ണമായിട്ട് സൗഖ്യമായിട്ട് വേലയ്ക്ക് വന്നാൽ മതി, അഥവാ വരുവാണെങ്കിൽ ഇപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യേണ്ട, വന്ന് വല്ല ഉള്ളിയും കാണും തൊലിച്ച് തന്നാൽ മതി, അവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇവർ വരുന്നില്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇവർക്കൊരു ഇൻഫർമേഷൻ കിട്ടി, ഇവരുടെ വീട് ഒഴിച്ച് ബാക്കിയുള്ള ഒരു 3 വീടുകളിൽ ഈ സഹോദരി വേല ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇതുവരെ ഉള്ള ഇവരുടെ സ്നേഹം എല്ലാം പോയി. എന്നാലും നമ്മൾ ഇത്രയും അവരോട് ചെയ്തിട്ട് അവർ ഇങ്ങനെ നമ്മളോട് ചെയ്തല്ലോ. അപ്പോൾ മനുഷ്യൻ്റെ സ്നേഹം അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളെല്ലാത്തിനും നമ്മൾ പറയുന്നില്ലെങ്കിലും നമ്മൾ ആ ഒരു കണക്ക് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. അതേസമയം നമ്മൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തോടു കൂടെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യാനില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ വീട്ടിൽ വിരുന്ന് അതിഥി സൽക്കാരം നടത്തുമ്പോൾ തിരിച്ച് നിങ്ങളെ സഹായിക്കാൻ പറ്റാത്തവരെ
അതിഥിയായിട്ട് വിളിക്കുന്നെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം നടത്തുമ്പോൾ ഭിക്ഷക്കാരെയും മറ്റുള്ളവരോടെയും നമ്മൾ വിളിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ചെയ്യാതെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ആ ഹയർ തലത്തിലേക്ക് നമ്മളെ കർത്താവ് കൊണ്ടുപോകണം. ക്രിസ്തുവിൻ്റെ ഭാവം അത് തന്നെ ആയിരിക്കും. കാരണം തിരിച്ചൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അതേസമയം നമുക്കറിയാം, നമ്മൾ ഓരോ കാര്യത്തിനും നമ്മുടെ ഒരു ചെറിയൊരു കാര്യം ചെയ്താൽ പോലും നമ്മുടെ മനസ്സിൽ അത് കാണും. അത് കർത്താവിന് വേണ്ടി ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ കർത്താവിനോടത് കണക്ക് പറഞ്ഞ്, കർത്താവെ ഞാനിത് ചെയ്യുന്നുണ്ടല്ലോ, അവരിങ്ങനെ അല്ലല്ലോ എന്ന് നമ്മൾ എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും നമ്മളൊന്ന് പറയാറുണ്ട്. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, വലം കൈ കൊടുക്കുന്ന ഇടം കൈ അറിയരുത്. അപ്പോൾ നമ്മൾ എന്ത് സഹായം ചെയ്താലും ആരോടും പറയരുത്. ശരിയായിരിക്കും, ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമ്മൾ പറയില്ല. 2-3 തവണ അങ്ങനെ ആവർത്തിച്ചിട്ട് കുറേ നാളിന് ശേഷം പിന്നെ ഒരാളോട് പറയുവാണെങ്കിൽ ഈ കൊടുത്തതെല്ലാം കൂടെ ചേർത്തിട്ട് പറയും. കാരണം നമുക്ക് എവിടെയെങ്കിലും നമുക്കത് പറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു സമാധാനം, നമുക്കെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ എൻ്റെ ഒരു ഇതിലങ്ങ് പറയുന്നതാണ്. അപ്പോൾ നമുക്കത് പറഞ്ഞാലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തെങ്കിലും നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ തന്നെ നമുക്കതിന് നന്മ കിട്ടിപ്പോയി, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ഫോട്ടോ എടുത്ത് അയക്കുവാണെങ്കിലോ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുവാണെങ്കിലോ ഇവിടെ നമുക്കത് കിട്ടിപ്പോയി. പക്ഷേ നമ്മൾ രഹസ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് സ്വർഗത്തിൽ അതിന് പ്രതിഫലം കിട്ടുമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഇത്രയേ ഉള്ളൂ. ക്രിസ്തുവിൻ്റെ ഭാവത്തിൽ നമ്മളായിരിക്കുമ്പോൾ നോർമലി ഒരു ഈസി ഗോയിങ് ആയിരിക്കത്തില്ല. കാരണം കർത്താവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് മൊമെൻ്റ് വരെ, നമ്മൾ ആ കുരിശെടുക്കാൻ നമ്മൾ തയ്യാറാകുന്നത് വരെ നമുക്ക് ആ പരീക്ഷകളിലൂടെ കർത്താവ് കൊണ്ടുപോകും. എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ അങ്ങനെ തന്നെ മനസ്സിലാക്കിയത്. കാരണം നമുക്കറിയാം ഇനി ഒരു രക്ഷയില്ല, ഞാൻ ഈ കുരിശ് ഇപ്പോൾ എടുക്കണം. ആ കുരിശ് എടുക്കാനായിട്ട് നമ്മൾ വില്ലിങ് ആകുമ്പോൾ തീർച്ചയായിട്ടും കർത്താവിൻ്റെ കൃപ തരും. നമുക്കത് എടുക്കേണ്ടി വരത്തില്ല, അവനത് എടുത്തോളും. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിചാരം നമുക്ക് കുറച്ചുകൂടെ നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്യാമെന്നുള്ള ഒരു മെൻറ്റാലിറ്റി വരും. ദൈവത്തെ സാരമില്ല, നമുക്ക് കുറച്ച് സഹായിക്കാം, ഞാനിവിടെ കുറച്ച് സഹായിക്കാം കർത്താവ്, ബാക്കി നീ ചെയ്താൽ മതി എന്ന് ചിന്തിക്കുമ്പോഴാണ് ശരിക്കും പ്രശ്നം. കർത്താവ്, ഞാൻ എൻ്റെ ബുദ്ധിയിലോ എൻ്റെ ജഡത്തിലോ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, നിൻ്റെ കൃപ മാത്രം മതി, നീ തന്നെ എന്നെ ചെയ്യിച്ചാലേ ഞാൻ എന്തെങ്കിലും ചെയ്യൂ. നമ്മൾ വായിച്ച വാക്യം ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം, അതിൻ്റെ കുറച്ചും കൂടെ വായിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാവും. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 12 മുതൽ താഴോട്ട് വായിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, എന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ. എന്നിട്ട് അതിന് താഴെ പറയുന്നുണ്ട്, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പം നമ്മൾ മാത്രമല്ല നമുക്കറിയാം, നമ്മുടെ ഉള്ളിൽ ഈ ഒരു ആഗ്രഹം തരുന്നതും ദൈവം തന്നെയാണല്ലോ. ഒരു വാക്യത്തിൽ പറയുന്നുണ്ട്, നാമോ സൽപ്രവൃത്തികൾക്കായിട്ട്, അവൻ മുന്നൊരുക്കിയിരിക്കുന്ന സൽപ്രവൃത്തികൾക്കായിട്ട് നമ്മൾ വിളിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ ക്രിസ്തുവിനെ പോലെ നമുക്ക് നോർമലി ഒരാൾക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല ക്രിസ്തുവിനെ പോലെ ആകണമെന്ന്. കാരണം ഇത് ലോകത്തിനെതിരാണ്. കാരണം ലോകത്തിൻ്റെ സിസ്റ്റത്തിനെതിരാണ് നമ്മൾ ക്രിസ്തുവിനെ പോലെ ആകുമ്പോൾ സംഭവിക്കുന്നത്. കാരണം ആളുകൾ പറയും, ഒരു കോമൺ സെൻസ് ഇല്ലേ, ഇങ്ങനെയാണോ, ഇതിപ്പോൾ എല്ലാവരും ഇങ്ങനെയല്ലേ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പം അവിടെ ശരിക്കും നമ്മൾ ക്രൂശ് എടുക്കാൻ തയ്യാറായാൽ എല്ലാവരും അങ്ങനെ ആയിരിക്കാം. പക്ഷേ ക്രിസ്തു ആണെങ്കിൽ അങ്ങനെയല്ല എന്നുള്ള ഒരു പൊസിഷനിലേക്ക് നമ്മളെ കർത്താവ് കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും അവിടെയാണ് ദൈവം നമുക്ക് ശക്തി തരുന്നത്. എല്ലാ കാര്യത്തിലും ശക്തി തരും അങ്ങനെയല്ല ഞാൻ പറയുന്നത്. കാരണം നമ്മൾ എവിടെയാണോ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്താനായിട്ട് നമ്മൾ ചെയ്യുന്നത്, കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവിടെ 100 സ്റ്റെപ്പും എടുക്കുന്ന കർത്താവ് തന്നെ ആയിരിക്കും, അത് നമ്മളല്ല. അവിടെ പറയാം, കർത്താവ്, എനിക്ക് എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ പർവ്വതം, അല്ലെങ്കിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ പ്രശ്നം എൻ്റെ ബുദ്ധി കൊണ്ടോ എൻ്റെ ശക്തി കൊണ്ടോ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് ഒരു കാര്യം അറിയാം, നിനക്കിത് വളരെ ഈസി ആയിട്ട് നിൻ്റെ മാർഗ്ഗത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ സമർപ്പിച്ച് കർത്താവിൻ്റെ കൊടുക്കുമ്പോൾ, കർത്താവ് എനിക്ക് ഈ പർവ്വതം തന്നതിനായിട്ട് നമ്മൾ സ്തോത്രം പറയുമ്പോൾ തീർച്ചയായിട്ടും ആ പർവ്വതത്തെ മാറ്റി താഴ്വരയാക്കാൻ നമ്മുടെ കർത്താവിന് കഴിയും. ഞാനിത് പറയുന്നത് ഇപ്പം എല്ലാവർക്കും പല രീതിയിൽ അനുഭവങ്ങളുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ പണ്ട് ഒത്തിരി അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു വന്നിട്ടാണ് നമ്മൾ ഇന്നിങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ തീർച്ചയായിട്ടും ഓരോ തവണയും നമ്മൾക്ക് കർത്താവ് തരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും എന്ന് പറയുന്ന പോലെ ഞാൻ ആലോചിച്ചു. ഇടയ്ക്ക് വെച്ച് വീട്ടിലെ പ്രോബ്ലമായിരുന്നു, പിന്നെ ഇവിടുത്തെ ജോലിയിലെ പ്രോബ്ലമായിരുന്നു,
പിന്നെ ഇടയ്ക്ക് വേറെ പ്രോബ്ലം വന്നു. ഇപ്പോൾ റീസെൻ്റായിട്ട് കിട്ടിയ ഈ ക്വസ്റ്റ്യൻസാണ് ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തത്, ഒരു ഹോസ്പിറ്റൽ കേസും ഹോസ്പിറ്റൽ ഇഷ്യൂ ഒക്കെ വന്നപ്പോൾ. അപ്പോൾ ഇത് പല രീതിയിലൂടെയാണ് നമ്മളെ കടത്തിക്കൊണ്ട് പോകുന്നത്. ഇവിടെ ഒന്നും നമ്മളാരും തികഞ്ഞവരോ ഒന്നുമല്ല. ഇതിലൂടെയൊക്കെ കടത്തിക്കൊണ്ട് പോകുമ്പോഴും എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, കർത്താവേ ഇത് നിന്നെപ്പോലെ ആക്കാനാണല്ലോ, നിൻ്റെ അതേ ഭാവം എന്നിലാക്കാനാണല്ലോ. കാരണം ഇതിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് അത് ജീവനാക്കി നമുക്ക് പറയാൻ പറ്റൂ. ഒരു വചനം നമുക്കിവിടെ വന്ന് പറയണമെങ്കിൽ പോലും തീർച്ചയായിട്ടും അതിന് ദൈവം അത്രമാത്രം കൃപ തന്നാൽ മാത്രമേ ഇവിടെ വന്ന് പറയാൻ പറ്റൂ. ഞാനത് ആലോചിക്കാറുണ്ട്. കാരണം ഇവിടെ വന്ന് പറയുന്നവരാരും യോഗ്യരൊന്നും അല്ല. എല്ലാവരും പല ബലഹീനതകളിലൂടെ കടന്നു പോകുന്നതും ദൈവം നിർത്തുന്നത് കൊണ്ട് നിൽക്കുന്നത് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഏതവസരത്തിലും നമുക്കൊരു അവസരം കിട്ടുമ്പോൾ കർത്താവിന് നന്ദി പറയുക, കർത്താവിന് സ്തോത്രം പറയുക. ഇന്നലെ ബിജു ബ്രദർ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞ അതാണ്. കാരണം എനിക്കൊന്നും പറയാനോ ഒന്നുമുള്ള ഒരു കഴിവൊന്നുമില്ല. എന്താ ആ സമയത്ത് കർത്താവ് തരുന്നത് അത് പറയാൻ അങ്ങനെ മാത്രം ചിന്തിച്ചിട്ടാണ് ഞാനും വന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിൽക്കുന്നത് തീർച്ചയായിട്ടും കർത്താവ് നമ്മളെ യോഗ്യരാക്കിയത് കൊണ്ടാണ്. അപ്പോൾ അത് യോഗ്യരാക്കിയതിന് കർത്താവിന് നന്ദി പറയുന്നു. കാരണം അവൻ നമുക്ക് ബലഹീനത ഉള്ളത് കൊണ്ടാണ് നമ്മളെ യോഗ്യരാക്കിയത്. തികഞ്ഞിരിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്ന് നിൽക്കേണ്ട കാര്യമില്ല. നമ്മൾ തികയാത്തവരായതുകൊണ്ടും കർത്താവിനെ അത്രമാത്രം നമുക്ക് ആവശ്യമെന്ന് ഉള്ള ബോധ്യം നമുക്ക് കർത്താവ് വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതത്തിൽ തരുന്നത് കൊണ്ടുമാണ് ഇങ്ങനെയൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് കർത്താവ് തരുന്നതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. വീണ്ടും നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുന്ന പോലെ കുടുംബമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെയും ആഗ്രഹം അതുതന്നെയാണ്. അതായത് കുടുംബമായിട്ട് കർത്താവിന് വേണ്ടി നിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാനും എപ്പോഴും ചിന്തിക്കുന്നത്. പക്ഷേ അത് കർത്താവ് വെച്ചിരിക്കുന്ന ഒരു ടൈം അതെനിക്കറിയില്ല. ആ സമയം വരെ കർത്താവെ, ആ സമയം എന്നാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആ സമയം വരെ എനിക്കത് ഇതിലൂടെ കടന്നു പോകാനുള്ളൊരു കൃപ, അതിനുവേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുക. വീണ്ടും ഓഫീസിലായാലും പുറത്തായാലും പലരോടും ദൈവവചനവും അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചും വളരെ പ്രാഗൽഭ്യത്തോടുകൂടെ നമ്മുടെ പ്രത്യാശ ചോദിക്കുന്നവരോട് വളരെ പ്രാഗൽഭ്യത്തോടുകൂടെ പറയാനായിട്ട് കർത്താവ് കൃപ തരാൻ വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.